ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഒരുപാട് ദിവസമായല്ലോ കാത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇന്ന് കിട്ടി. അപ്പോൾ ഇത് ഷമ്മുവിൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൻ്റെ താഴെയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ അഡ്രസ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഷമ്മുവിൻ്റെ ഓഫീസിലെ അഡ്രസ്സായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഷമ്മു വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷമ്മു എടുത്ത വീഡിയോ ആണ് കേട്ടോ, ഞാനിവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് വാൻ കണ്ടില്ലേ, ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങാൻ പോകുന്ന ഷമ്മു ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്തത്. അപ്പോൾ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ കരുതി നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഇതാ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഷമ്മു പറഞ്ഞു പോലും നമുക്കിതൊരു സന്തോഷമല്ലേ നമ്മളെ വ്യൂവേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള പറഞ്ഞാൽ അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഷമ്മു ആ സമയത്ത്, അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഉച്ചയാവാനായപ്പോൾ അങ്ങനെയാണ് സിൽവർ പ്ലേ ബട്ടൺ ഓഫീസിൽ വന്നതെന്നാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് തന്നെ അപ്പാടും വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സമയമായിരുന്നു ഷമ്മു. അപ്പാടും തന്നെ അങ്ങനെ കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നു. പക്ഷെ ഞാൻ സത്യമായിട്ടിത് വീട്ടിൽ വരുമ്പോൾ എനിക്ക് തന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. കാരണം കഴിഞ്ഞ ഫ്രൈഡേ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു, ഒരാഴ്ചൻ്റെ ഉള്ളിൽ സംഭവം കിട്ടി. പക്ഷെ ഇന്ന് നാളെ കിട്ടുമോ, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2-3 ആഴ്ച പിടിക്കും, അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ല ഇങ്ങനെ ഇന്ന് കിട്ടുമോ, അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഷമ്മു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ തരുമ്പോൾ ഞാൻ ശരിക്കും എന്താ പറയുക, എനിക്ക് സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ സർപ്രൈസ് ആയിട്ട് തരുന്ന ഒരു വീഡിയോ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, ഷമ്മു വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വില്ലയിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷമ്മു ഗേറ്റ് തുറന്ന് കയറുന്നയോ അതൊക്കെ എടുത്തത് കൊണ്ട് ഞാനിതിന് വോയിസ് കൊടുക്കുമ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടിയില്ല. ഞാൻ വോയിസ് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഷമ്മു എടുത്തിട്ട് വന്ന വീഡിയോ തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വില്ലയുടെ ഗേറ്റാണ് ഇത്. വീഡിയോ ഓണാന്നേ, നീ ഒന്നിങ്ങ് വന്നേ. ആ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ അവര് ഡെലിവറിക്കാരൻ വിളിച്ചത്. കുറച്ചു നേരമായി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി വിളിക്കാൻ വെച്ചു. എന്തിന് ഞാൻ വിളിച്ചേ? കാട്ടെ ഇത് സാധനം കിട്ടും, അത് കൊണ്ട് ഓടിക്കളിക്കുക. ഞാനെന്റെ എന്താ അഭിപ്രായം? അൺബോക്സ് ചെയ്ത അല്ല, അൺബോക്സ് വീഡിയോ ഇടുന്ന അപ്പോൾ ഈ ഒരു ഭാഗം ഷമ്മു അങ്ങനെ എടുത്ത് വന്ന വീഡിയോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ. ഞാൻ എന്താ പറയുക, ഒട്ടും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഇന്ന് കിട്ടുന്നുള്ളത് അറിയേയില്ല. സത്യം ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് കമൻസൊക്കെ അറിയിക്കും കേട്ടോ. ഹായ്, അങ്ങനെ ഇതാ നമ്മൾ കാത്ത് നിന്ന് പ്ലേ ബട്ടൺ കിട്ടി. ഇപ്പൊ ഏതാണ്ട് ഒരാഴ്ചയായിട്ടല്ലേ നമ്മള് അപ്ലൈ ചെയ്തിട്ട് ഒരാഴ്ചയായി. ഇപ്പൊ ഇന്ന് കിട്ടി. ഷമ്മു ഇപ്പൊ ഓഫീസിലെ അഡ്രസ്സിനും കൊടുത്തത്. അപ്പൊ ഷമ്മു വരുമ്പോ കൊണ്ടാന്ന്. അപ്പൊ നമ്മളിത് ഇനി വെക്കുന്നൊന്നുമില്ല, കാരണം ഡയറക്റ്റ് ഇപ്പം തന്നെ ക്യാമറയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്നിച്ച് തന്നെ കാണിച്ചു തരാന്. അപ്പൊ ഒന്നിച്ച് അൺബോക്സ് ചെയ്യാം. ആരും ഏറ്റവും വലിയ മിസ്സിങ് നമ്മളെ രണ്ടാളെ ഉപ്പ ഉമ്മ, അവരും കൂടി വേണേനും. പിന്നെ ഇപ്പൊ അറിയാലല്ലായിരിക്കും, നാട്ടിൽ പോകാൻ പറ്റില്ല, അതിന്റെ ഫ്ലൈറ്റ് പ്രശ്നങ്ങൾ, കൊറോണ എല്ലാം ആയിട്ട്. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്. എന്നാലും ഇത് കിട്ടിയത് ഭയങ്കര സന്തോഷം. സർട്ടിഫിക്കറ്റ് ഉണ്ട്, സൈൻ ചെയ്തിട്ട് ഇങ്ങനെ എന്തെല്ലോ സംഭവങ്ങളുണ്ട്. കാലും കാര്യങ്ങളൊക്കെ ഗ്രീറ്റിംഗ്സ് ആണല്ലോ. അങ്ങനെ ഇതാ
ഇല്ല വീട്ടൊന്നും ഇല്ലല്ലേ. നമ്മളെ നിധാഷാസ് കിച്ചൺ ചാനലിന്റെ പേര് എഴുതിയിട്ടുണ്ട്. നല്ല മൊഞ്ചുണ്ട് കേട്ടാ. ഇത് ആദ്യമായിട്ടല്ലേ കയ്യിൽ പിടിക്കാൻ. നമ്മള് പല യൂട്യൂബേഴ്സിനെയും കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇത് കയ്യിൽ പിടിക്കാനുള്ള ഭാഗ്യം കിട്ടി. സിൽവർ അല്ല ഗോൾഡ്. നമുക്കിപ്പം ഗോൾഡ് കിട്ടിയതിന്റെ ഒരു സന്തോഷം തന്നെയാണ്. ഫസ്റ്റ് ടൈം കിട്ടുന്നതാണ്. ഓരോ ചാനലിൽ കാണുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും നമുക്കെല്ലാം കിട്ടുപൊളി പെട്ടെന്ന് തന്നെ. പക്ഷെ ഇത്രയും പെട്ടെന്ന് കിട്ടുന്ന അൽഹംദുലില്ലാ പറയാണല്ലേ. സംഭവം എഫേർട്ട് ഉണ്ട്. അപ്പൊ നിങ്ങളോട് തന്നെ ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്തോണ്ട് മാത്രം എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത് കിട്ടിയത്. നമ്മളിപ്പോ വീഡിയോസ് ഇട്ടോണ്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ സപ്പോർട്ടും നമ്മളിപ്പോ ഡെയിലി വീഡിയോസ് ഇടുന്ന പക്ഷെ ആരും കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ താങ്ക്സ് പറയാൻ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഇനിയും ഇതേ സപ്പോർട്ടും സ്നേഹവും നിങ്ങൾ തരണം കേട്ടാ. ഇപ്പൊ നമുക്ക് ബട്ടൺ കിട്ടിയില്ലേന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണാണ്ടിരിക്കരുത്. അപ്പൊ ഇത്രകാലം തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് തരിക. നല്ലൊരു പ്രത്യേക മൊഞ്ചുണ്ട് കേട്ടോ കാണാന്. പിന്നെ നിനക്ക് നിനക്ക് ഒന്നിച്ചെന്നെ ചാനൽ തുടങ്ങി കുറെ ചെറിയ ചാനലുകാരൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് ഒരേപോലെ വന്നല്ലേ. അപ്പൊ അതിലൊക്കെ ചെറിയ ആൾക്കാരത് ഇപ്പൊ റീച്ച് ആകാത്ത കുറെ ചാനലുണ്ട്. അപ്പൊ അവരിലിപ്പോ ഒരുപാട് മെസ്സേജും കാര്യമൊക്കെ അയക്കുന്നതാണ്. എന്തൊക്കെയാ ഉപയോഗിക്കുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്, ഏതിൽ എഡിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ എക്യുപ്മെന്റ് ഉള്ളതെന്നൊക്കെ. ശരിക്കും അതിനെ പറ്റിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യുന്നു. ഇതിൽ തന്നെ നമ്മൾ കുറച്ച് എന്താ പറയാ മോട്ടിവേഷൻ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ അല്ലെ. കാരണം എന്റെ കൂടെ ഒന്നിച്ച് ചാനലോട് ഒരുപാട് എന്റെ യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട്. ഇൻസ്റ്റയിലൂടെ എല്ലാം നല്ല കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവരൊരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു. നിന്റെ ഇത്ര പെട്ടെന്ന് നല്ല റീച്ചിലേക്ക് എത്തിയല്ലോ, പിന്നെ നമ്മളെന്താ ആവാതെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കും. നീ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, എഡിറ്റിംഗ് ഏതാ, തമ്മിൽ, അങ്ങനെ പല പല ചോദ്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് കുറച്ച് കമന്റ്സും കാണാം. നിങ്ങൾ ഏത് എങ്ങനെയൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാ ഫസ്റ്റ് ടൈം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവർക്കെല്ലാം ശരിക്കുള്ള ഒരു മെയിൻ റീസൺ ക്ലിക്ക് ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുന്നത്. ഫസ്റ്റ് 3 മാസം ഏതാണ്ട് 90 വീഡിയോസോളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ക്ലിയർ ആയിട്ട് ചാനൽ തുടങ്ങിയിട്ട് ഒരു 3 മാസത്തോളം നമ്മള് ഡെയിലി രാവിലെ 10 മണി 10:30 സമയത്ത് അല്ലെ, ആ ഒരു സമയത്താണ് വീഡിയോ ഇട്ടത്. ഡെയിലി ഒരു ദിവസം ഇല്ലാണ്ട് 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടത്. പിന്നെ മോള് ചെറുതുള്ളത് കൊണ്ട് പറ്റുന്നില്ല. കാരണം ഇവിടെ ആകുമ്പോ നമ്മൾ ഒറ്റക്കല്ല, നാട്ടിലെല്ലാം ആണെങ്കിൽ പിന്നെ ഉമ്മയെല്ലാം നോക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ പറ്റാതെ കൊണ്ട് നമ്മൾ പിന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെ ഇടവിട്ടിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. ഇപ്പൊ ആൾട്ടർനേറ്റീവ്സ് ഇടും. പിന്നെ ഇടയ്ക്ക് നമ്മൾ എടുത്തു വെച്ച പെൻഡിങ് വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ ഡെയിലി ഇടുന്നുണ്ട്. പിന്നെ നോമ്പിന്റെ സമയത്തൊക്കെ നമ്മൾ ഡെയിലി ഇട്ടിട്ടുണ്ട്. അങ്ങനെയല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങളോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചാനൽ തുടങ്ങുന്നവരോ ഇത്രകാലം ക്ലിക്കാതവരോട് പറയാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറ്റുന്ന രീതിക്ക് വീഡിയോസ് ഇടണം. കൂടുതലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഡിവൈസസും പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് മെയിൻ പോയിന്റാ. കാരണം എല്ലാരും ഒരുപാട് സാധനങ്ങളൊക്കെ, ക്യാമറ, സ്റ്റാൻഡ്, ലൈറ്റ്. നമ്മള് ലൈറ്റ് വാങ്ങിച്ച എത്ര 10-70,000 സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈറ്റ് വാങ്ങിച്ചു. ആ ഒരു ടൈമിന് ലൈറ്റുകൾ വാങ്ങിച്ചത്. അത് നമ്മളെ ചെറിയ ഉള്ള സെറ്റപ്പ് വെച്ചിട്ട് അതില് സാധാരണ ഇപ്പൊ എല്ലാ വീടുകളിലും ഉണ്ടാവും. യൂട്യൂബ് ക്ലാസ്സിലുള്ളതുണ്ട്, മൊബൈലും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഉണ്ടാവും. അതേപോലെ ഒരു മിഡ് റേഞ്ച് ഫോൺ, നമ്മളെ ഫോണ് ക്യാമറയല്ല, ക്യാമറയിൽ എടുക്കലുണ്ട്. അങ്ങനെയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ ക്യാമറ ഒന്നുമല്ല, ഐഫോൺ ഒന്നുമല്ല, നമ്മള് സാധാരണ ഞാൻ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഫോൺ മതി. ആൻഡ്രോയിഡ് ഫോൺ മതി. അതിലാണ് ഞാൻ ഇത്രകാലം വീഡിയോ എടുത്തത്. ഇന്നും ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതന്നെ സ്റ്റാൻഡിൽ വെച്ചിട്ട്. മൈക്കെല്ലാം നമ്മൾ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞ ഒരു മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് മൈക്ക് വാങ്ങിക്കുന്നത്. അത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല. അത് വലിയ. പിന്നെ അതെന്ന് വെച്ചാൽ നമ്മളെ കൂടുതൽ ആൾക്കാർക്ക് കേൾക്കണല്ലോ. നമ്മളെ കുക്കിംഗ് എല്ലാം ആകുമ്പോ അതിന്റേതായ ഡീറ്റെയിൽ പറയുന്നതുകൊണ്ട് കുറച്ചും കൂടി ക്ലിയർ വേണ്ടിട്ട് മൈക്ക് വാങ്ങിയിട്ടുണ്ടല്ലേ, ഒരു സ്റ്റാൻഡും വാങ്ങിയിട്ടുണ്ട്. എന്നാ വെച്ചാൽ കുക്കിംഗ് ചാനൽ നിങ്ങൾക്ക് അറിയാലോ, കൂടുതൽ കുക്കിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, എന്തായാലും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നിങ്ങളോട് പറയാ, കൂടുതൽ പൈസ കളയേ വേണ്ട. നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾ കുറെ അങ്ങനത്തെ നമുക്ക് ഒരു വരുമാനം കിട്ടി തുടങ്ങി 2 മാസം 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് വരുമാനം നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെല്ലാം ആ ചാനലിന് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യല്ലേ. ഫസ്റ്റത്തെ വരുമാനം കിട്ടുന്നത് നമ്മൾ ചാനലിന് വേണ്ടി തന്നെ ചെലവാക്കുക.
നമുക്കിതൊരു തേർഡ് ഇൻകം വരുമ്പോഴത്തേക്ക് 3 മാസം പേയ്മെന്റ് വരുമ്പോഴത്തേക്ക് സിൽവർ കൈ കിട്ടി കേട്ടാ. അതില്ലായിരുന്നു തന്നെ നമുക്ക് ഏതാണ്ട് 4 മാസം കഴിഞ്ഞ് 5-ാം മാസം തുടങ്ങുമ്പോഴത്തേക്ക് മോണിറ്റൈസേഷൻ ആയി. 4 മാസം കഴിഞ്ഞപാടെ തന്നെ ആയി. അത് കഴിഞ്ഞ് ഇതിപ്പം 8 മാസം ആകുമ്പോഴത്തേക്ക് പിന്നെ അതിനുശേഷം എല്ലാം ഭയങ്കര സബ്ബെല്ലാം പെട്ടെന്ന് കൂടി 1 ലാഖിലേക്ക് 1.5 മാസം കൊണ്ടെല്ലാം കൂടി. 14 ദിവസത്തോളം പനി പിടിച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് വ്യൂസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 2 ആഴ്ചയോളം ഞാൻ കമ്മ്യൂണിറ്റി ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല പനി വന്ന് സൈഡായി പോയി നോമ്പിന്റെ സമയത്ത്. അപ്പൊ 2 ആഴ്ച ഒട്ടും വീഡിയോസ് ഒന്നുമില്ല. അങ്ങനെ കുറച്ചൊരു സ്ലോ അല്ലെങ്കിൽ ഇതിന് ഫാസ്റ്റ് ആയിട്ട് തന്നെ ആവുകയാണ്. അപ്പൊ വേറെ എന്താ നിങ്ങളോട് പറയാനുള്ള, വേറെ തന്നെ മെയിൻ ആയിട്ട് നമ്മള് വീഡിയോസ് ഇടുക. പക്ഷെ വീഡിയോസ് എന്ന് വെച്ചാൽ തോന്നിയവരെ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിക്ക് അവതരിപ്പിച്ചിട്ടും നമ്മള് ആ തംബ്നെയിൽ വെക്കുന്ന തംബ്നെയിൽ ഭയങ്കര ഇതുണ്ട് കേട്ടോ ഇതില്. യൂട്യൂബിലെന്ന് പറയുന്നത് നിങ്ങൾക്ക് പല ചാനലിലും മനസ്സിലാവും കണ്ടാൽ തന്നെ. അപ്പൊ തംബ്നെയിൽ ഫോട്ടോസ് എല്ലാം നല്ല രീതിയിൽ ആളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തംബ്നെയിലെല്ലാം ചെയ്യാം. ഫോട്ടോഷോപ്പ് ഉപയോഗിക്കലുണ്ട്. തംബ്നെയിലെല്ലാം ഷൊമ്മുന്ന് ചെയ്യല്, ഡിസൈനറാണ്. അപ്പൊ തംബ്നെയില് കാര്യങ്ങളെല്ലാം ഷൊമ്മു ചെയ്യും. ഞാൻ കൈമാസ്റ്ററിൽ എഡിറ്റിങ്ങും കാര്യങ്ങളിലും ഞാൻ തന്നെ ചെയ്തിട്ടെല്ലാം വെക്കും. പിന്നെ എന്റെ തംബ്നെയിലിനെ കുറിച്ചിട്ട് കുറെ ആള് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ ഭയങ്കര ഡിഫറെന്റ്. അതുകൊണ്ട് പറഞ്ഞല്ലോ. പിന്നെ നമ്മളൊരു Q&A ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിനും ചെയ്യാന്ന്. അപ്പൊ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അപ്പൊ ഇന്ന് തൊട്ടില്ല നിങ്ങൾക്ക് വീഡിയോയിൽ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലേ, നമുക്ക് Q&A ചെയ്യാന്. അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം. അപ്പൊ ഇന്ന് തൊട്ടിട്ടുള്ള വീഡിയോസിൽ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുമ്പോ ഇന്ന് തൊട്ടിട്ടുള്ള കമന്റ് ചെയ്തോളൂ കേട്ടോ. എന്തൊക്കെ എന്നോട് ഞാൻ ആരാന്നോ ഞാൻ എന്താന്നോ എങ്ങനെ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ഫാമിലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞ് ഫാമിലിനെ എല്ലാം പരിചയപ്പെടുത്തണം. അപ്പൊ അത് ഇൻഷാല്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാരും പരിചയപ്പെടുത്താം കേട്ടോ. എല്ലാരും നാട്ടിലാണ്. അപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാല് പാരന്റ്സിനെ എല്ലാരെയും കാണിക്കാം. അത് കുറച്ച് ആൾക്കാർ പറഞ്ഞു എല്ലാരെയും പരിചയപ്പെടുത്തണം എന്നുള്ള. അപ്പൊ അന്നേരം അവരെല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്ന് തൊട്ടിട്ട് നിങ്ങളെ Q&A ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോളൂ കേട്ടോ, കമന്റ് ഇട്ടോളൂ. അപ്പൊ ഞാൻ ഏതാണ്ട് ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം വീഡിയോ. കഴിഞ്ഞ ലാസ്റ്റ് 5 വീഡിയോയിലായിട്ട് ഒരു 5 ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ഗിവ് അവേ നടത്തുന്നുണ്ടായിരുന്നു. നമ്മളെ ഗിവ് അവേ ആരെങ്കിലും പിന്നെ ആൻസർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ലാസ്റ്റ് 5 വീഡിയോ നോക്കിയാൽ മതി. തംബ്നെയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ പോയിട്ട് ഒന്ന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. നമ്മളത് ഈ വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് ഇതിപ്പോ പെട്ടെന്ന് വന്നതുകൊണ്ടാണ് അത് ഡിലേ ആയത്. പെട്ടെന്ന് വന്നതുകൊണ്ട് അത് ഒരു 2 ദിവസം കൂടെ ഡിലേ ആവുന്നുണ്ട്. സൺഡേ ഓർ മൺഡേ ഇടാന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിപ്പോ ഇതിപ്പോ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതല്ലേ. അപ്പൊ നമ്മള് അതില് 2-3 വീക്സ് കണ്ടപ്പോ നമ്മൾ ചിത്രോട്ടം ദുബൈ ആയതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. അപ്പൊ ഇത് വന്നോണ്ട് ഫസ്റ്റ് നമ്മളത് ഈ ഒരു സന്തോഷമല്ലേ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യേണ്ട. അതുകൊണ്ട് ഫസ്റ്റ് ഈ വീഡിയോ ഇട്ടിട്ട് ഇതിന് ശേഷം വരുന്നത് നമ്മളെ ഇതല്ലേ ഗിവെല്ലാം സെറ്റ് ആയി. അപ്പൊ ഇനി 2 ദിവസം കൊണ്ട് ചെയ്യാം. 2 ദിവസം കൊണ്ട് നമ്മൾ നറുക്കെടുക്കും. അപ്പൊ അതുവരെ നിങ്ങളെല്ലാവരും ചെയ്യാത്തവരെല്ലാം പോയിട്ട് ചെയ്യാം. ഇതിന് മുന്നേയുള്ള 5 വീഡിയോകളിലായിട്ട് ഗിവെന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതെല്ലാം അപ്പൊ ഇനിയും പങ്കെടുക്കുക കേട്ടോ. ആർക്ക് നമ്മള് വീഡിയോ ചെയ്യുന്നവരെ പങ്കെടുക്കുക, ആരെല്ലാം കാണാതെ. പിന്നെ ഫസ്റ്റത്തെ ഗിവെന്റെ ലാസ്റ്റ് ഗിവെന്റെ നോട്ടിഫിക്കേഷന്റെ പ്രശ്നം കൊണ്ട് കുറെ നോട്ടിഫിക്കേഷന്റെ ഒരു പ്രശ്നമുണ്ട് ഇവൾ പറഞ്ഞതുപോലെ. അപ്പൊ നോട്ടിഫിക്കേഷന്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓളൊന്ന് അടിച്ചാൽ മതി. അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ എന്താക്കാം, നമ്മളെ നിധാഷാസ് കിച്ചൺ പേര് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. അപ്പൊ സമയം കിട്ടുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്തതിന് നമ്മൾ എന്തായാലും ഡെയിലി ഇട്ടിട്ടില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്, ഇടാതിരിക്കുന്നില്ല. പിന്നെ ചില സമയത്ത് ഡെയിലി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ഇടയ്ക്കൊന്ന് ചാനലൊന്ന് കയറി സെർച്ച് ചെയ്യാം. അപ്പൊ ഭക്ഷണം എല്ലാം അടിപൊളി ഭക്ഷണം എല്ലാം ടേസ്റ്റ് ചെയ്ത് ഞാൻ തന്നെയാണ്. അപ്പൊ ഒരുവിധം ഭക്ഷണം എല്ലാം നല്ല ഭക്ഷണം തന്നെ. അത് നമ്മള് മാത്രമല്ല ബിരിയാണി കൽമാസ് അങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം ഇൻസ്റ്റയിൽ ഒരുപാട് ഫോട്ടോസ് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ യൂട്യൂബിൽ തന്നെ കമന്റ് ബോക്സ് തന്നെ ട്രൈ ചെയ്തിട്ട് തന്നെ റിസൾട്ട് പറയുന്നത്. കാരണം കമന്റ് കാണുമ്പോ നമുക്ക് തിരിയും. അത് യൂട്യൂബിന്റെ ഒരു വലിയ സംഭവമാണ്. എല്ലാരും കണ്ടിട്ട് തന്നെ നോക്കിട്ട് ചെയ്യണം. വേറെ പിന്നെ നിങ്ങളോട് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇതെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു കാര്യങ്ങൾ. അപ്പൊ
ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് തുടങ്ങാം കേട്ടോ. അങ്ങനെ ടെൻഷന്റെ ആവശ്യം അങ്ങനത്തെ ഒന്നും വേണ്ട. നല്ല രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടന്റും കാര്യങ്ങളും ചെയ്യാം. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 1 lakh 1 million എല്ലാം അടിക്കും. ഇപ്പൊ നമ്മൾ ഗോൾഡിന് വേണ്ടിട്ട് നിങ്ങൾ തന്നെ സഹായിക്കണം അല്ലെ. നമ്മള് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ 1 million എത്രയും പെട്ടെന്ന് ആവട്ടെ. അപ്പൊ നിങ്ങൾ സഹായിക്കുക. ഞാൻ തന്നെ പറയും, എന്നിട്ട് നിങ്ങൾ സഹായിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗോ അങ്ങനെ കുറെ ആള് ഡേ ഇൻ മൈ ലൈഫിലും ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ നോക്കാം. അങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ ഒന്നുമില്ല. അപ്പൊ ബൈ.